ഇലക്ട്രോണിക് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നതിന് നമ്മൾ വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ട്രാൻസിസ്റ്റർ ടെസ്റ്റിംഗ്. ഇന്ന് നമുക്ക് പല വിധത്തിലുള്ള ട്രാൻസിസ്റ്ററുകൾ ടെസ്റ്റ് ചെയ്യുന്ന വിധം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. വിവിധ ആകൃതിയിലും വലുപ്പത്തിലുമുള്ള ട്രാൻസിസ്റ്ററുകളുണ്ട്. എന്നാലും ട്രാൻസിസ്റ്ററുകൾ പൊതുവെ NPN, PNP എന്നിങ്ങനെ രണ്ട് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഒരു ട്രാൻസിസ്റ്ററിന് ബേസ്, എമിറ്റർ, കളക്ടർ എന്നിങ്ങനെ 3 പിന്നുകൾ ഉണ്ടായിരിക്കും. നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ട്രാൻസിസ്റ്റർ NPN ആണോ PNP ആണോ എന്നും ട്രാൻസിസ്റ്ററിന്റെ ബേസ് ഏതാണെന്നും അറിയാമെങ്കിൽ ടെസ്റ്റിംഗ് വളരെ എളുപ്പമായിരിക്കും. നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ട്രാൻസിസ്റ്ററിന്റെ ബേസ് ഏതാണെന്നും കൂടാതെ അത് ഏത് ടൈപ്പ് ആണെന്നും കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോണിൽ ഗൂഗിൾ എടുത്തതിന് ശേഷം ടെസ്റ്റ് ചെയ്യാനുള്ള ട്രാൻസിസ്റ്ററിന്റെ നമ്പറിനോടൊപ്പം പിൻ ഔട്ട് എന്നുകൂടി ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഈ സമയത്ത് ട്രാൻസിസ്റ്ററിന്റെ ചിത്രത്തിനോടൊപ്പം അത് ഏത് ടൈപ്പ് ആണെന്നുള്ളതും കൂടാതെ അതിന്റെ ബേസ് ഏതാണെന്നും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ ട്രാൻസിസ്റ്റർ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഡയോഡ് മോഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അനലോഗ് മൾട്ടിമീറ്ററിൽ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ മുൻപ് നമ്മുടെ പേജിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായി നമുക്ക് 2SI5200 എന്ന നമ്പറുള്ള ട്രാൻസിസ്റ്റർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇത് സാധാരണയായി ആംപ്ലിഫയർ ബോർഡുകളിലൊക്കെ വരുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണ്. ട്രാൻസിസ്റ്ററിന്റെ നമ്പറിനോടൊപ്പം പിൻ ഔട്ട് എന്നുകൂടി ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണെന്നും ഇതിന്റെ ഒന്നാമത്തെ പിന്ന് ബേസ് ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. ട്രാൻസിസ്റ്ററുകളുടെ നമ്പറുകൾ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് അതിന്റെ പിന്നുകളും അതുപോലെ ടൈപ്പൊക്കെ വ്യത്യാസപ്പെടാം. അപ്പോൾ അത് NPN ആണോ എന്നുള്ളതും അതിന്റെ ബേസ് ഏതാണെന്നും കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ടെസ്റ്റിംഗ് വളരെ എളുപ്പമാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള ട്രാൻസിസ്റ്റർ നമ്പർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണ്. ഇതാ NPN ഇങ്ങനെയാണ് വരുന്നത്. P അഥവാ പോസിറ്റീവ് ആണ് ബേസിൽ വരേണ്ടത്. അപ്പോൾ ഇതിന്റെ ഒന്നാമത്തെ പിന്ന് ബേസ് ആണല്ലോ. അപ്പോൾ ഇത് NPN ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് P അഥവാ പോസിറ്റീവ് റെഡ് പ്രോബ് നമുക്ക് ബേസിൽ കണക്ട് ചെയ്യാം. അതിനുശേഷം N അഥവാ നെഗറ്റീവ് ബ്ലാക്ക് പ്രോബ് കളക്ടറിൽ കണക്ട് ചെയ്യുന്നു. കറക്റ്റ് ആയതുകൊണ്ട് റീഡിംഗ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ബ്ലാക്ക് പ്രോബിനെ അവിടെ നിന്ന് എടുത്തിട്ട് എമിറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇപ്പോഴും റീഡിംഗ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ ടെസ്റ്റ് ചെയ്യണം. അതായത് ഇവിടെ P അഥവാ പോസിറ്റീവ് ആണ് ബേസിൽ കണക്ട് ചെയ്യേണ്ടത്. അതിന് പകരം നമുക്ക് നെഗറ്റീവിനെ കണക്ട് ചെയ്യാം. നെഗറ്റീവ് അഥവാ ബ്ലാക്ക് പ്രോബിനെ കണക്ട് ചെയ്തു. അതിനുശേഷം റെഡ് പ്രോബിനെ പോസിറ്റീവിനെ എടുത്തിട്ട് കളക്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ ഇത് റോങ് പൊളാരിറ്റി ആയതുകൊണ്ട് റീഡിംഗ് അല്പം പോലും കാണിക്കുകയില്ല. അതിനുശേഷം ആ റെഡ് പ്രോബിനെ എടുത്തിട്ട് എമിറ്ററിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഇതും ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയതുകൊണ്ട് റീഡിംഗ് കാണിക്കാൻ പാടില്ല. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഏകദേശം ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലായി. എങ്കിലും ഇതിന്റെ എമിറ്ററും കളക്ടറും തമ്മിൽ എന്തെങ്കിലും ഷോർട്ടോ ലീക്കോ കാണിക്കുന്നുണ്ടോ എന്ന് വെറുതെ ഒന്ന് വെച്ച് നോക്കണം. ഇപ്പോൾ എമിറ്ററിലും കളക്ടറിലും നമുക്ക് 2 പ്രോബ് വെക്കാം. റീഡിംഗ് കാണിക്കുന്നില്ല. തിരിച്ച് വെച്ച് നോക്കാം. പൊളാരിറ്റി മാറ്റി വെച്ച് നോക്കി റീഡിംഗ് കാണിക്കുന്നില്ല. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഓക്കെ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അടുത്തതായി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 2SI1943 എന്ന നമ്പറിലുള്ള ഒരു ട്രാൻസിസ്റ്റർ ആണ്. ഇതും സാധാരണയായി ആംപ്ലിഫയർ ബോർഡുകളിലെല്ലാം വരുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണ്. ഇതിന്റെ നമ്പർ സെർച്ച് ചെയ്തപ്പോൾ ഇതിന്റെയും ഒന്നാമത്തെ പിന്ന് തന്നെയാണ് ബേസ്. കൂടാതെ ഇതൊരു PNP ട്രാൻസിസ്റ്റർ ആണ്. ആകൃതിയും വലുപ്പവും ഒക്കെ ആദ്യത്തെ ട്രാൻസിസ്റ്ററിനോട് സാമ്യമുണ്ട്. എങ്കിലും ഇതൊരു PNP ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ PNP ആണ് വരുന്നത്. അപ്പോൾ N അഥവാ നെഗറ്റീവ് ആണ് ഇതിന്റെ ബേസിൽ കണക്ട് ചെയ്യേണ്ടത്. അതാണ് പ്രോപ്പർ പൊളാരിറ്റി. അപ്പോൾ ഇതിന്റെ ബേസ് ഒന്നാമത്തെ പിന്നാണ്. അവിടെ നമുക്ക് N അഥവാ നെഗറ്റീവ് ബ്ലാക്ക് പ്രോബ് കണക്ട് ചെയ്തു. കളക്ടറിലേക്ക് പോസിറ്റീവ് റെഡ് പ്രോബിനെ കണക്ട് ചെയ്തു. അപ്പോൾ റീഡിംഗ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഈ റെഡ് പ്രോബിനെ എടുത്തിട്ട് നമുക്ക് എമിറ്ററിലേക്ക് മാറ്റി കണക്ട് ചെയ്ത് നോക്കണം. അപ്പോഴും റീഡിംഗ് കാണിക്കുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്കിതൊന്ന് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ ടെസ്റ്റ് ചെയ്യണം. അതായത് ഇവിടെ N അഥവാ നെഗറ്റീവ് ആണ് ബേസിൽ കണക്ട് ചെയ്യേണ്ടത്. അതിന് പകരം അവിടെ പോസിറ്റീവിനെ റെഡ് പ്രോബിനെ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് പ്രോബിനെ എടുത്തിട്ട് കളക്ടറിൽ വെക്കുന്നു. ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയതുകൊണ്ട് അല്പം പോലും റീഡിംഗ് കാണിക്കാൻ പാടില്ല. അതിനുശേഷം ആ ബ്ലാക്ക് പ്രോബിനെ അവിടെ നിന്ന് എടുത്തിട്ട് മാറ്റി എമിറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോഴും ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയതുകൊണ്ട് അല്പം പോലും റീഡിംഗ് കാണിക്കാൻ പാടില്ല. അവസാനമായിട്ട് നമുക്കിതിന്റെ എമിറ്ററും കളക്ടറും തമ്മിൽ 2 പ്രോബും വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്യണം. അല്പം പോലും റീഡിംഗ് കാണിക്കാൻ പാടില്ല. ഷോർട്ടേജ്, ലീക്ക് ഒന്നും കാണിക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഓർക്കുക, ഒരു NPN ട്രാൻസിസ്റ്റർ നല്ലതാണെങ്കിൽ ബേസിൽ റെഡ് പ്രോബ് വെക്കുമ്പോൾ മാത്രമേ മറ്റ് 2 പിന്നുകളിലേക്ക് റീഡിംഗ് കാണിക്കാൻ പാടുള്ളൂ. മറ്റൊരു രീതിയിലും റീഡിംഗ് കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ PNP ട്രാൻസിസ്റ്റർ നല്ലതാണെങ്കിൽ
അതിൻ്റെ ബേസിൽ ബ്ലാക്ക് പ്രോബ് വെക്കുമ്പോൾ മാത്രമേ മറ്റ് 2 പിന്നുകളിലേക്ക് റീഡിംഗ് കാണിക്കാൻ പാടുള്ളൂ. 2 ട്രാൻസിസ്റ്ററുകൾ എടുത്ത് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്.